കണ്ടായിരുന്നോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഡബിങ് ടൈമിൽ കണ്ടിട്ട് പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്, സന്തോഷം. നല്ല അനുഭവം, നല്ല എന്താ പറയുന്നത് അറിയില്ല, നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. പടം നല്ല പടമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും കാണും. ഒരു രസമുള്ള നീറ്റായിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു പടമാണ്. കാണും എല്ലാവരും. ഭയങ്കര സന്തോഷമുണ്ട്. വെയിറ്റ് ചെയ്തിരുന്ന വേർത്താൻ തോന്നുന്നുണ്ട്. താങ്ക് യു. അയ്യാമേ കാതലം കണ്ടിറങ്ങിയിരിക്കുകയാണ്. നെസ്ലിന്റെ വേറൊരു ഹിറ്റ് സമ്മാനിച്ചിരിക്കുകയാണ്. ഗിരീഷേന്റെ അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാവരും നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ നമുക്ക് നായിക ആൾക്കാരൊക്കെ വേറെ ലെവലായി പോയി. എന്നാലും പടം ഗംഭീരം. എല്ലാം കൊണ്ട് പാട്ട് കൊണ്ടാണെങ്കിലും എല്ലാവരും സസ്പെൻസ് ഒക്കെ ഉള്ളൊരു മൂവിയാണ്. എല്ലാവരും വന്ന് കാണുക. ഗംഭീര പടം. അയ്യാമേ കാതലൻ എല്ലാവരും ഏറ്റെടുത്തു. സൂപ്പർ. ഗിരീഷ് ഐഡിയുടെ മറ്റൊരു ഹിറ്റ് കൂടി നെസ്ലിൻ എന്ന് പറഞ്ഞ നടൻ്റെ നല്ലൊരു പെർഫോമൻസ്, അതേപോലെ പുതുമുഖ നായിക നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് അയാൾക്കാണ്. ഗിരീഷിൻ്റെ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് കഥാപാത്രങ്ങൾ അല്ലെങ്കിലും ആളുകളെ നല്ല രസിപ്പിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അതിലും സിനിമയിൽ അഭിനയിച്ചവരെല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ റിസൾട്ട്സ്. പതിവ് ഗിരീഷ് ഷെഡി നെസ്ലിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ഒരു ഗിരീഷ് ഷെഡി നെസ്ലിൻ കോംബോ ബേസ്ഡ് ആണെങ്കിലും പക്ഷേ അതിൻ്റെ കണ്ടന്റ് സബ്ജക്റ്റ് ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഹാക്കിംഗ് ബേസ്ഡ് ആണ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് നെസ്ലിൻ്റെ സ്ക്രീൻ പ്രസൻസ് ആണ്. അത് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഓൾറെഡി ഉണ്ട്. അത് ചെറിയൊരു ഡയലോഗ് ആണെങ്കിൽ പോലും തിയേറ്ററിൽ ചിരി വരുത്തുന്ന സംഭവങ്ങളുണ്ട് അതിൽ. ഒരു വൺ ടൈം വാച്ചിട്ട് ഒരു തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടം തന്നെയാണ് ഐ എം കാതൽ എന്ന് പറയുന്നത്. ഇതുവരെ കണ്ടേക്കുന്ന ഒരു ജോണർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഓവറോൾ കൊള്ളാം. സന്തോഷമുണ്ട്. റിലീസ് ആവുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ പറ്റി. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. അതിപ്പോൾ മരണമാസം എല്ലാം കണ്ട പോലെ തന്നെ പുള്ളിയുടെ മുൻ പടങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഒരു ബോറിംഗ് ഇല്ല, രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. കുഴപ്പമില്ല കേട്ടോ, നല്ല പടം. പൊളിയാണ്, എന്നും പൊളിയാണ്, എന്നും പൊളിയാണ്. നല്ലൊരു സിനിമയാണ്. എല്ലാവരും കാണാം. ത്രില്ലിംഗ് ആണ്. എല്ലാവരും അടുത്ത നെക്സ്റ്റ് എന്താണ് വരുന്നത് ഹാപ്പി മൂഡ്. കയ്യടികളുടെ അറിയായിരുന്നു. ഈ കയ്യടിയായിരുന്നു. അവിടെ എല്ലാവരും കാശ് ഗിരീഷ് സാറിന് നസ്ലിന്റെ തുടക്കം തൊട്ട് ചേട്ടനുണ്ടല്ലോ, നസ്ലിന്റെ കരിയർ തുടങ്ങുന്നുണ്ട്. നസ്ലിൻ വീണ്ടും വേറൊരു സബ്ജക്ട് കൊണ്ടുവന്നപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പ്രണയം അതിൽ നിന്നൊക്കെ മാറി ഒരു ടെക്കി സൈഡിലോട്ട് വന്നപ്പോൾ ആ ഒരു വളർച്ച എങ്ങനെയാണ്? അത് ഭയങ്കര മെച്ചുവേർഡായിട്ടാണ് അത് ഡീൽ ചെയ്തേക്കുന്നത്. കാരണം ഒരു ഈസി സിമ്പിൾ പ്രമേയമാണെങ്കിൽ പോലും അതിന് അവൻ്റെ ഒരു കയ്യൊതുക്കുള്ളത് കൊണ്ട് ഒരു ഭയങ്കര കയ്യൊതുക്കത്തോടു കൂടിയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് ഒരു കൂട്ടുകെട്ട് വീണ്ടും നമ്മൾക്കൊരു ബോറിംഗ് ഒന്നും ഇല്ലാതെ നിർത്തിയിരിക്കുകയാണ്. വീണ്ടും വീണ്ടും വരട്ടെ. നല്ലൊരു കൂട്ടുകെട്ടാണ്. പടം നന്നായിട്ടുണ്ട്. ഒരു ബോറിംഗും ഇല്ല, കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു സിനിമ. പടം കാസ്റ്റിംഗ് ആണ് പുള്ളി കറക്റ്റ്. ആ ഒരു നസ്ലിനെ ഹിറ്റ് ആയതുകൊണ്ടും നസ്ലിനെ കാസ്റ്റ് ചെയ്തല്ല. കാരണം ഇത് പ്രേമലുവിന് മുമ്പേ നടന്ന ഒരു സിനിമയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഇതിൻ്റെ ഷൂട്ടിങ്ങും പരിപാടി എന്തോ കാരണം കൊണ്ട് നീണ്ടുപോയതാണ് ഈ 2024 അതുകൊണ്ട് തന്നെ ക്യാരക്ടർ പ്രസൻറ്റേഷൻ അതിഗംഭീരമാണ്. പിന്നെ നസ്ലിന് എന്താണ് പറയുക, നമ്മുടെ സോഷ്യൽ മീഡിയ ലാംഗ്വേജ് പറഞ്ഞാൽ ഈ 2K കിഡ്സിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് നസ്ലിൻ. ഈ ഏത് ജനറേഷനുള്ളവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര നമ്മൾ പറയില്ലേ, അവനെ എനിക്ക് എന്തോ ഇഷ്ടമാണ്, എന്താണെന്ന് അറിയില്ല. ആ ഒരു ലൈക്കബിലിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് നസ്ലിൻ. ആ ലൈക്കബിലിറ്റി ഈ സിനിമയിലും നസ്ലിൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നായിക അഭിനയിച്ചിട്ടുള്ളത്. ബാക്കി ഈ സിനിമയിലുള്ള ദിലീഷ് പോത്തനായാലും കാസ്റ്റിംഗ് വളരെ പെർഫെക്റ്റ് ആണ്. പിന്നെ വളരെ ആപ്റ്റായിട്ടുള്ള റൺ ടൈമാണ്. 2 മണിക്കൂർ പറയാനുള്ള കഥ വളരെ നീറ്റായിട്ട് പറഞ്ഞു, ടൈം പാസ്സായി പറഞ്ഞു. പിന്നെ ഗിരീഷ് ഷെഡി നസ്ലിൻ സിനിമകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ചേരുവകളും, പ്രണയമുണ്ട്, പ്രണയ നൈരാശ്യമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ചെറിയ തോതിലുള്ള റിവെഞ്ച് ഉണ്ട്. പിന്നെ ഒരു സിറ്റുവേഷണൽ കോമഡികളാണ് പുള്ളി കൂടുതൽ. ഡയലോഗിലുള്ള സ്ലാപ്സ്റ്റിക് കോമഡികളാണെങ്കിലും എല്ലാം തിയേറ്ററിൽ വർക്കൗട്ടുണ്ട്. അപ്പം ഈ ഒരു ജനറേഷന് ഏത് ജനറേഷനും ഒരു ടൈം പാസ് ഇഷ്ടപ്പെടുന്ന ആർക്കും കണ്ടിരിക്കാവുന്ന കംപ്ലീറ്റ് ഗിരീഷ് ഷെഡി പാക്കേജിൽ വന്നിരിക്കുന്ന ഒരു എൻ്റർടൈനറായിട്ടാണ് അയാൾ കാണുന്നത്.
ഫുൾ ഫാമിലി ഇതായിരുന്നു വിളിച്ചത്. പക്ഷെ ഒരു ഹാക്കിംഗ് അല്ലെങ്കിൽ ടെക്കി സൈഡ് പടം വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്നു അതിന്റെ പുറകിൽ വർക്ക് ചെയ്തു? ഗിരീഷിന്റെ വേറിട്ടൊരു പടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പടം കണ്ടവർക്ക് അറിയാൻ പറ്റും. അതിനകത്തൊരു ഗിരീഷിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. പടം സ്റ്റോറി പോകുന്നതിൽ കാര്യങ്ങളെല്ലാം അതിന്റെ മേക്കിങ്ങിലെല്ലാം ഗിരീഷിന്റെ ഒരു സിഗ്നേച്ചർ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും പടം കാണും. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല റിലീഫുണ്ട്. ആക്ടിങ്ങാണ് സബ്ജക്റ്റിംഗ് കൂടി ഒത്തിരി ആളുകൾക്ക് പെട്ടെന്ന് കൺവേ ആവുന്നുണ്ട്. പെട്ടെന്ന് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സ്റ്റോറി കാര്യങ്ങളൊക്കെ. ഹാപ്പിയാണ്. അറൗണ്ട് ഒരു 2 years കാത്തിരുന്നിട്ടാണ് ഈ പടം ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു 2 years കൊണ്ട് ഇത്രയും നല്ല അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് എത്തുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡീലായിരുന്നല്ലായിരുന്നു. അത് സംഭവിച്ചു പോയതാണ്. അതിൻ്റെ ഡിലേ ഒന്നും ആക്ച്വലി പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു ഫ്രഷ് സബ്ജക്റ്റാണ്. ഇതിന് ഇല്ലാത്ത സബ്ജക്റ്റാണ്. പിന്നെ എല്ലാവരും പിന്നെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും. പക്ഷെ അത് അവസാനിപ്പിച്ച രീതിയിലോട്ടാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് മാത്രമുള്ള കുറച്ച് ഇതായിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനത് പാട്ടുകളൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഗിരീഷേടിയുടെ ബാക്കി പടങ്ങൾ കാണുകയാണെങ്കിൽ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടാവും. നല്ല എൻഗേജിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവും. അത് പാട്ടുകളൊക്കെ കുറവാണ് ഉള്ളത്. 1-2 പാട്ടുണ്ട്. അത് 2 സ്ലോ ആയിട്ടുള്ള പാട്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനെ താല്പര്യത്തോടെ കണ്ടിരിക്കാവുന്നൊരു പാട്ടുകളല്ല. പക്ഷേ BGM ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരു ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ മൂഡ് കൊണ്ടുവരുമെങ്കിലും ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് അങ്ങോട്ട് അവസാനിപ്പിച്ച പോലെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ എന്നാലും പടം വർക്കാവും. നല്ലോണം വർക്കാവും പടം.